നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. EMI എന്നുള്ള വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്നുള്ള പേരിൽ നമ്മുടെ ജീവിതത്തെ പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ EMI-കൾ. പക്ഷേ EMI എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ട്. അതാണ് ഇലക്ട്രോണിക് മാർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിൽപ്പനശാലയാണ് ഈ EMI എന്ന് പറയുന്നത്. ബജാജ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലുള്ള ഷോപ്പുകളുണ്ട്. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്. ഇലക്ട്രോണിക് രംഗത്തെ ഏറ്റവും അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ ഒരു കമ്പനിയാണ് EMI. ഇവരുടെ IPO ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതൊരു മെയിൻ ബോർഡ് IPO ആണ്. ഒക്ടോബർ 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 500 കോടി ഫ്രഷ് ഓഹരികളാണ് ഇവർ വിപണിയിലേക്ക് വിൽക്കുന്നത്. അതായത് 500 കോടി രൂപയാണ് ഇവർ റേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഷ്യൂവിൻ്റെ ഇലക്ട്രോണിക് മാർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ആ വീഡിയോയിലേക്ക് കിടക്കാം. 1980-ലാണ് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി രൂപം കൊള്ളുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിൽപ്പനയാണ് പ്രധാനമായിട്ടെന്ന് പറയുന്നത്. ബജാജ് ഇലക്ട്രോണിക്സ് എന്നുള്ള പേരിലാണ് ഇവരുടെ ഷോപ്സ് എല്ലാം. ഈ ഒരു വലിയ ശൃംഖലയാണിത്. ഈ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വലിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ചെറിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺസ് അങ്ങനെയൊക്കെ ഉള്ള, അതായത് എയർ കണ്ടീഷൻസ്, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റേഴ്സ്, പിന്നെ മൊബൈൽ ഫോണും IT എക്യുപ്മെൻസും എല്ലാം ഉള്ള ഒരു വലിയ ശൃംഖലയാണ് ഈ ഇലക്ട്രോണിക് മാർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ EMI എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ കമ്പനി. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ളതെങ്കിലും നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലും പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് EMI. ഇവരുടെ ഒരു പ്രത്യേകത 2015-നും 2020-നും ഇടയിൽ നോക്കുകയാണെങ്കിൽ വാർഷിക വളർച്ചാ നിരക്ക് 25.6% കാണിക്കുന്ന ഒരു കമ്പനിയാണ് ഇതെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കോവിഡ് കാലത്തും അവരുടെ റവന്യൂവിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതായിട്ടാണ് കാണുന്നത്. ഏകദേശം 2025ഓളം എംപ്ലോയീസ് കമ്പനിക്ക് ഉണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുമാത്രമല്ല, 70ഓളം ബ്രാൻഡുകൾ, പ്രധാന ബ്രാൻഡുകളുടെ വിൽപ്പനക്കാരാണ് ഇവർ. ഈ പറഞ്ഞ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഡൽഹിയിലും അടക്കം 105ഓളം സ്റ്റോറുകളും കമ്പനിക്കുണ്ട്. ഈ വർഷം പുതുതായിട്ട് 7ഓളം സ്റ്റോറുകൾ കൂടി പുതുതായി തുടങ്ങിയതോടെ ഇപ്പോൾ ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 112 ആയിട്ടുണ്ട്. അതിൽ 11 എണ്ണമാണ് സ്വന്തമായിട്ടുള്ള കമ്പനിയുടെ സ്വന്തം എന്ന് പറയാവുന്നത്. അതിൽ 93 എണ്ണം ലോങ് ടേം ലീസ് റെൻ്റൽ മോഡൽ എന്ന് പറയാവുന്ന രീതിയിലാണ് അവർ നടത്തുന്നത്. 8 സ്റ്റോറുകളാണെങ്കിൽ പാർട്ട്ലി സ്വന്തം, പാർട്ട്ലി ലീസ് എന്നുള്ള രീതിയിലാണ് അവർ നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഇവരുടെ ബിസിനസ് മോഡൽ പറയുകയാണെങ്കിൽ റീറ്റെയിലുണ്ട്, അതുപോലെ ഹോൾസെയിലും ഉണ്ട്. അത് കൂടാതെ ഇ-കോമേഴ്സ് ബിസിനസ്സും വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. EMI എന്നറിയപ്പെടുന്ന ഈ ബജാജ് ഇലക്ട്രോണിക്സിന് പ്രധാനമായിട്ട് 2 ബ്രാൻഡുകളാണുള്ളത്. ഓഡിയോ ആൻഡ് ബിയോണ്ട് എന്നുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, അത് വളരെ ഫേമസ് ആണ്. അതോടൊപ്പം തന്നെ കിച്ചൺ സ്റ്റോറീസ് എന്നുള്ള പേരിലുള്ള കിച്ചൺ ഉപകരണങ്ങളുടെ ഒരു വലിയ ശൃംഖലയും കമ്പനിക്കുണ്ട്. പ്രധാന പ്രൊമോട്ടേഴ്സ് പവൻകുമാർ ബജാജും കരൺ ബജാജുമാണ്. ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ ഏകദേശം 100% ഓഹരികളും ഇവരുടെ കൈവശം തന്നെയാണ്. ടോട്ടൽ 500 കോടി രൂപയാണല്ലോ വിപണിയിൽ നിന്ന് ഇവർ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പങ്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി തന്നെയാണ്. അതായത് എക്സ്പാൻഷൻ പർപ്പസസിന്, പുതിയ സ്റ്റോറുകളും പുതിയ വെയർ ഹൗസുകളും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഫണ്ട് ഉപയോഗിക്കുന്നത്. അത് കൂടാതെ ഇൻക്രിമെൻ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കടബാധ്യതകൾ കുറച്ചുള്ളത് അത് തീർക്കുന്നതിന് വേണ്ടി, ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ലി ആയിട്ടോ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കും എന്ന് അവർ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഫണ്ട് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിന്, കമ്പനിയുടെ സ്വാഭാവികമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ അനാലിസിസിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ ഫിനാൻഷ്യൽ അനാലിസിസ് ആണല്ലോ. EMIയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ധനകാര്യ വർഷത്തെ, അതായത് 2022 ധനകാര്യ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ റവന്യൂ 35.84% മുൻ വർഷത്തെ അപേക്ഷിച്ച് വളർന്നിരിക്കുന്നത്. അതായത് 2021 ധനകാര്യ വർഷത്തിൽ 3201.88 കോടി രൂപയായിരുന്ന റവന്യൂ ഈ വർഷം
വർഷം അതായത് 2022 4,349.32 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അവരുടെ ലാഭം നോക്കുകയാണെങ്കിൽ 77.22% ഉയർന്നിരിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച്. അതായത് 58.62 കോടി രൂപയായിരുന്നു 2021 അവരുടെ ലാഭമെങ്കിൽ അത് ഈ വർഷമായപ്പോൾ 103.89 വർദ്ധിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല ഒരു വളർച്ചയാണ് EMIയുടെ ധനകാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് ആനന്ദ് രാത്തി സെക്യൂരിറ്റീസ്, IIFL സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസി എന്നീ 3 പ്രധാന കമ്പനികളാണ്. നമുക്കിനി ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ഒക്ടോബർ 4 മുതൽ 7 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 56 രൂപ മുതൽ 59 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. 56 to 59. ഫ്രഷ് ഇഷ്യൂ 500 crores ആണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്ന ആ 500 crores തന്നെയാണ്. ഇതിൽ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യേണ്ട മിനിമം ഓഹരികൾ എന്ന് പറഞ്ഞാൽ 254 ഷെയർസാണ്. അതായത് അതാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഷെയറിന്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുണ്ട്. 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് ഈ കമ്പനി ഓഹരികൾ കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ബോർഡ് IPO ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റിൻ്റെയും മറ്റ് ഡീറ്റെയിൽസ് മറ്റ് ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 12 ഷെയർ കിട്ടാത്തവർക്ക് റീഫണ്ട് പണം തിരിച്ചു വരുന്നത് ഒക്ടോബർ 13. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടുന്നത് ഒക്ടോബർ 14. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് ഒക്ടോബർ 17. നമുക്കിനി ഇത് വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. നമ്മളപ്പോൾ അറിയേണ്ടതിൻ്റെ പിയർ കമ്പനി ആദിത്യ വിഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിൻ്റെ PE പറയുന്നത് 31.95 എന്നാണ്. ഇതിൻ്റെ 21.85 ആണ്. EPS 2.84ഉം റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.82%. പിന്നെ ഇഷ്യൂവിന് ശേഷമുള്ള NAV കാണുന്നത് 29.58 എന്നുമാണ്. ഈ ഇഷ്യൂവിൻ്റെ ഇവരുടെ ഫിനാൻഷ്യൽ സൈഡ് വളരെ മികച്ചതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. അല്ലാത്തവരിത് പെട്ടെന്ന് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ പറ്റിയ ഒരു ഓഹരിയാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇത് മികച്ച ഓഹരി തന്നെയാണെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ബജാജ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മാർട്ട് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ പലരും കമൻറ്റുകൾ ഇടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. എന്തായാലും കമൻറ്റുകൾ കൂടി ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.